ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ കിഡ്സാനെ പോയി വിശേഷങ്ങളുമായിട്ടാണ് വരുന്നത് കേട്ടോ. ഇത് നോയിഡയിലാണേ. അമ്പിളിയമ്മച്ചി ഷമ്മി എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ അപ്പുമ്മൻ്റെ ബർത്ത്ഡേക്ക് പോയതാണ്. ഞങ്ങളിപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ നിൽക്കുന്ന രംഗമാണ് ഈ കാണുന്നത്. എ ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ ഇതേ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് കയ്യിലാണെങ്കിൽ ഞങ്ങൾക്ക് ടാഗൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് വേണം ഞങ്ങൾക്ക് അകത്ത് കയറാനേ. അവർക്ക് 2 ചെക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തിനാണെന്നൊന്നും അറിയത്തില്ല. ഏതായാലും കയറി നോക്കട്ടെ കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ പോകുന്നുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഇത് എക്സ്പീരിയൻസ് കേട്ടോ. അങ്ങനെ അകത്ത് കയറി ഇതേ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തു. അവർക്കാണെങ്കിൽ ഫസ്റ്റ് ടാസ്ക് കിട്ടി കേട്ടോ. ഒരു പപ്പിക്കുട്ടനെ കണ്ടുപിടിക്കാൻ വേണ്ടിയായിരുന്നു കേട്ടോ. അവർ ഒരു പെട്ടിയൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്. 2 പേരുടെയും കയ്യിലാണെങ്കിൽ ഒരു കാർഡ് ക്ലൂവും കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ. അവർ ഓരോ സ്ഥലത്ത് പോകണം, പപ്പിക്കുട്ടനെ കണ്ടുപിടിക്കണം. ഡ്രൈവിംഗ് ലൈസൻസ് ഇടമോൻ ഡ്രൈവിംഗ് ലൈസൻസ് മേടിക്കാനുള്ള പണിപ്പാടിലാണ്. ഇവിടെ ആണെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അലൻ ഹെൽപ്പിന് കയറിയേക്കുന്നതാണ്. ഈഡൻ മോനാണെങ്കിൽ എങ്ങനെയൊക്കെയോ പാസ്സായി കേട്ടോ. എന്നിട്ട് കിട്ടി. അത് കഴിഞ്ഞിട്ട് അലൻ കയറും. അലനാണെങ്കിൽ കയറി കിടന്നൊക്കെ ആണെങ്കിലും 2 പേരും ലൈസൻസ് വാങ്ങിച്ചെടുത്തു. ഇവർക്ക് ഓരോ ടാസ്ക് ചെയ്യുമ്പോഴുണ്ടല്ലോ, ഒന്നുകിൽ പൈസ കിട്ടും, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള എന്താണ് അതിൻ്റേതെന്ന് വെച്ചാൽ അവർക്ക് കിട്ടും. അതങ്ങനെയാണ് ചെയ്യേണ്ടതേ. ദേ കണ്ടോ, അലൻ കണ്ടോ, അയ്യോ ഒന്നും പറയണ്ട. കുലുങ്ങി ഏതായാലും വാങ്ങിച്ചു അവന്. ഹാപ്പിയായി കേട്ടോ. ഷോർട്ട് ബ്രേക്ക്. അപ്പോഴത്തേനും എല്ലാവർക്കും വിശന്നു. പിന്നെ ഒന്നും പറയണ്ട. അപ്പോഴത്തേനും ബർഗർ, പെപ്സി, പിന്നെന്താ മാഗി, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഇതെല്ലാം ഓർഡർ ചെയ്തു. അതെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് അടിച്ചു പെരുക്കിയിട്ട് ഈത്തപ്പനും ഉണ്ട് കേട്ടോ. ഈത്തപ്പൻ അപ്പോഴത്തേനും ഫ്രഞ്ച് ഫ്രൈസ് മാത്രം മതി അവന്. എല്ലാവരും കഴിച്ചിട്ട് അതിലേക്കൂടെയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പിന്നെ അടുത്ത ടാസ്കിലേക്ക് ഇവർ കയറുകയാണ്. അപ്പം ഒരാൾ പോയി നിന്നിട്ട് ഫോട്ടോ എടുപ്പ്. ഒന്നും പറയണ്ട. ഈ മനുഷ്യന് ക്യാമറ ഇട്ട് ചെയ്താ പരിപാടി. ഈടനപ്പം ബോൾ എറിഞ്ഞ് കളിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ച് പോയി നിന്ന് ബോൾ എറിഞ്ഞ് കളിക്കുന്നു. ഞങ്ങളവനെ കണ്ടതുപോലും ഇല്ല. നോക്കിയപ്പോൾ അവിടെ ഉണ്ട് ആള്. അത് കഴിഞ്ഞിട്ട് ഈഡനാണെങ്കിൽ ബൈക്ക് റേസിന് പോയി. പിന്നെ അവൻ കുറച്ച് നേരം റേസൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്ന് ഞങ്ങളൊരു പപ്പറ്റ് ഷോയ്ക്ക് ഒക്കെ കണ്ടു. അതാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ അതൊക്കെ. ടാസ്ക് 3 ഹോസ്പിറ്റൽ. ഇതിലാണെങ്കിൽ അവർക്ക് യൂണിഫോമൊക്കെ ഇട്ടിട്ട്, ഡോക്ടേഴ്സിൻ്റെ യൂണിഫോമൊക്കെ ഇട്ടേ. അത് കഴിഞ്ഞിട്ട് പേഷ്യൻസിൻ്റെ ഡമ്മിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നോക്കണമായിരുന്നു. പിന്നെ ആംബുലൻസിലൊക്കെ കയറി പോയി ഒക്കെയുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവർ വന്ന് യൂണിഫോമൊക്കെ ഊരി കൊടുത്തിട്ട് അവിടെ വന്ന് നിൽക്കുകയാണ്. ഇനി അടുത്ത് ടാസ്ക് 4 ക്ലൈംബിംഗ് ചലഞ്ച്. ഈ ടാസ്ക് ആണെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ കയറുന്നതാണ്. അയ്യോ അപ്പുമാനാണെങ്കിൽ പേടിച്ചാണെങ്കിലും കയറിപ്പോയി കേട്ടോ. അവരാദ്യം അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് ബേസ്മെൻറ്റിൽ വെച്ച്. പക്ഷേ അപ്പു അത് ചലഞ്ചൊക്കെ പൂർത്തിയാക്കി കേട്ടോ. ലാസ്റ്റിൽ ഒരു റോപ്പിലോട്ടൊക്കെ കയറി പോകേണ്ടതുണ്ടായിരുന്നേ. അവൻ ഏതായാലും അത് ഭംഗിയായി ചെയ്തിട്ട് തിരിച്ചിറങ്ങി വന്നു. ടാസ്ക് 5 ഫയർ ഫൈറ്റിംഗ്. ഇതിലവരാണെങ്കിൽ റെസ്ക്യൂ ടീമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർക്ക് ക്ലാസ്സൊക്കെ എടുത്തു. പിന്നെ അതിൻ്റെ യൂണിഫോമൊക്കെ കണ്ടില്ലേ, നല്ല രസമുണ്ട്. എല്ലാവർക്കും ഇടിയിച്ച് ഇവരെയൊക്കെ കൊണ്ടുപോകണം. ട്രെയിനിങ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഇവർ നമ്മുടെ ഫയർ എഞ്ചിനിലൊക്കെ കയറും. എന്നിട്ട് അവരാണെങ്കിൽ വി ആർ ഫയർ ഫൈറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞൊക്കെ ഉറക്കെ അലറിക്കൊണ്ടൊക്കെയാണ് വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അവർക്കാണെങ്കിൽ വാട്ടർ സ്പ്രേയർ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്നൊക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ അത് ഭയങ്കര രസമായിരുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നായിരുന്നുകൊണ്ട് ഇവരെല്ലാം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ് ഇതൊക്കെ ചെയ്തത്. ഇത് നല്ലൊരു പിള്ളേർക്കൊക്കെ നല്ല ഇത് പഠിക്കാനൊക്കെ കേട്ടോ. ഇവിടെ ഒരു പ്രാവശ്യം എല്ലാവരും പോവുകയാണെങ്കിൽ നല്ല രസമാണ് ഇവിടെയൊക്കെ വന്നത് കാണാനും. പിള്ളേർക്ക് നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഇത്. ഒരു 1 ഡേ നമ്മളൊരു ഡേ ഫുൾ ഇവിടെ നമുക്കാണെങ്കിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. രാവിലെ പോയി കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ഫുഡൊക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ലൈറ്റായിട്ടൊക്കെ കഴിക്കാം. കൂടിയ ഐറ്റംസ് ഒന്നും കഴിക്കാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി നല്ലതാണ് കേട്ടോ. ഇത് കുറേ ടാസ്കുകളുണ്ട് കേട്ടോ. ടാസ്ക് 6 ഫ്ലൈറ്റ് സിമുലേഷൻ. ഇതിലിവർ പൈലറ്റ് ആകുന്നതാണ്. അവർ ഫ്ലൈറ്റിലൊക്കെ കയറി ഫ്ലൈറ്റൊക്കെ ഓടിക്കുന്നതാണ്. അതുകൊണ്ട് അവരുടെ യൂണിഫോമൊക്കെ ഇട്ടിട്ട് അതും അതിന് ട്രെയിനിങ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം അവർ ചെയ്യിച്ചിട്ട് അതിൻ്റെ സീനാണ് ഈ കാണുന്നത്. അതിൻ്റെ കുറേ ഫോട്ടോസൊക്കെ ഞങ്ങൾ പിന്നെ അവിടെ വെളിയിൽ വന്നിരുന്ന് എടുത്തത്.
Task 7. ഫാം. ഇതിൽ കയറി കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ ഒരു പശുവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പശുവിനെ കറക്കുന്നതൊക്കെയാണ്. അത് പക്ഷേ വീഡിയോ എടുക്കാൻ അലൗഡ് അല്ലായിരുന്നു. ഇതിനിടയ്ക്ക് ഈത്തപ്പനാണെങ്കിൽ ചെറിയ വണ്ടിയൊക്കെ ഓടിച്ചേ. ടാസ്ക് 8 VR ഗെയിംസ്. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇത് ഞങ്ങളെല്ലാവരും കയറി കേട്ടോ. എല്ലാവരും അലറി കൂവിയൊക്കെ ഇറങ്ങി. പക്ഷേ സിബി ജോൺ മാത്രമാണെങ്കിൽ അവിടെ കൂളായിട്ട് നിന്ന് എന്തോന്നറിയാം കണ്ണടച്ച് നിൽക്കുമായിരുന്നു. ഇതിനകത്ത് കുറേ ടാസ്കുകളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. കുഞ്ഞു മക്കളെ സ്കൂളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളൊരു വൈകിട്ട് 6 മണിയൊക്കെ ആയപ്പോഴത്തേന് ഇറങ്ങി വീട്ടിൽ തിരിച്ചു പോരണ്ടായോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ഇനി അടുത്ത വീഡിയോ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു. Please like, share and subscribe.